നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. ഈ ആളുകൾ നബി സ്നേഹം പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു. മുടിയുടെ പേരിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയതാ നോക്കൂ, ഇസ്ലാമിന്റെ പേരിൽ ഇവരതാ ജനങ്ങളെ കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുകയാണ്. ഒരു കല്യാണം നിശ്ചയിക്കണമെങ്കിൽ, ഒരു വീട് താമസമാക്കണമെങ്കിൽ, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അതാ ദിവസത്തെ മുഴുവൻ ചീത്ത പറയുകയാണ്, ദിവസങ്ങളെ കൊള്ളരുതാത്ത ദിവസങ്ങളെന്ന് പറയുകയാണ്, നഹസുകൾ പറയുകയാണ്. ഓരോ ദിവസവും പരിശോധിക്കാൻ മുസ്ലിയാക്കന്മാരിങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. എന്നിട്ടിങ്ങനെ അവര് പരിശോധിച്ചിട്ട് ചീട്ട് കൊടുക്കണം. കല്യാണം നിശ്ചയിക്കേണ്ട സമയ മൂല്യാരെടുത്ത് ചെല്ലിയാണ്, മൂല്യാരെ ഇങ്ങനെ കല്യാണാലോചന ഉണ്ട്, എന്നക്കൽക്കാപ്പ നല്ല ദിവസം. അപ്പൊ മൂപ്പരിങ്ങനെ ഒരു അറബി പഞ്ചാംഗം ഉണ്ടായിരുന്നു പണ്ട്, അതിൽ നഹസുകൾ എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിക്കോളുണ്ടാകും. അതിൽക്കിങ്ങനെ നോക്കിയിട്ട് മൂപ്പര് പറയും, ഇമ്മാസം അത്ര 3-ാം തീയതി അത്ര സുഖല്ല, ചൊവ്വാഴ്ച അത്ര സുഖല്ല, 12 അത്ര സുഖല്ല, അങ്ങനെ ഓരോ ദിവസവും സുഖല്ല. പിന്നെയോ ഓരോ രൂപത്തിലുള്ള ദിവസങ്ങൾക്ക് ഓരോ കുഴപ്പങ്ങളുമാണ്. ഏത് കുഴപ്പങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഓരോന്നിന് പ്രത്യേകമായ പല രൂപത്തിലുള്ള കുറ്റങ്ങളും കുറവുകളുമാണ് സമൂഹത്തിന്റെ മുമ്പാകെ പറയുന്നത്. ശനിയാഴ്ച ദിവസമാണെങ്കിൽ അതും വളരെ മോശം, ഞായറൊക്കെ മോശം തന്നെയാണ്, ഒന്നിനും പറ്റാത്ത ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും വല്ല ഒഴിവുള്ള ഏതെങ്കിലും ഒരു സമയം നോക്കിയിട്ട് പുതിയ വസ്ത്രം എടുക്കാനോ അല്ലെങ്കിൽ മുണ്ടെടുക്കാനോ ഒക്കെ പോയാലോ, ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ നീ വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ശനിയാഴ്ച ദിവസം പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, അത് വാങ്ങാനും പാടില്ല. കാരണം അന്നെങ്ങാനും വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് അസുഖം വിട്ടുമാറൂല. പിന്നെന്താ ഇപ്പൊ വേണ്ടത്? ശനി പോയി. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്, തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്, അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. ഞായറാഴ്ചയും പാടില്ല, ചൊവ്വാഴ്ചയും പാടില്ല, തീ വീണ് കത്തിപ്പോകും, കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും, മാത്രല്ല നിനക്കത് ധരിക്കുമ്പോഴൊക്കെ മനസ്സിന് സുഖമുണ്ടാവില്ല. ഇങ്ങനെ ദിവസങ്ങളെ ചീത്ത പറയുകയാണ്. ഒരു മുസ്ലിയാരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെല്ലാത്തിനും പരമ്പരയുണ്ടെന്നല്ലേ പറയുന്നത്, ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ മദീനത്തെ റൗളയിൽ പോയിട്ട് ആ ചങ്ങല കുലുങ്ങും, അത്രയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് സനതുണ്ട്, ഞങ്ങൾക്ക് പരമ്പരയുണ്ട് എന്നൊക്കെ പറയുന്ന പേരോട്ടുകാരൻ മുസ്ലിയാരോട് നമ്മൾ ചോദിച്ചു, അല്ല ഇതിന്റെ സനതൊന്ന് പറയാമോ, ഇത് വിശ്വസിച്ച സ്വഹാബിയാര് താബീങ്ങളാര് എന്ന് പറഞ്ഞപ്പോൾ മറുപടിയില്ല. പിന്നെ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയതെന്താണ്? ഞായറാഴ്ചയുണ്ടോ തുണിപ്പീടിക തുറക്കുന്നു. ശനിയാഴ്ച ഞായറാഴ്ചയും തുണിപ്പീടിയെ പോലെ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നു? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവില്ലേ, അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണോ നമ്മളെ തർക്ക വിഷയം? അതാ മറുപടി. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കണേ, പിന്നെ മൗലവി ഞായറാഴ്ച വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മറുപടി ഇല്ല. കിതാബ് വരെ എഴുതിയിരിക്കണുണ്ടോ പ്രശ്നങ്ങൾ, പ്രതിവിധികൾ. നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനൊക്കെ ഇതിൽ പ്രതിവിധി ഉണ്ട്. എല്ലാത്തിനും പ്രശ്നമാണ്. എന്തൊക്കെയുണ്ട്? നഹസുകൾ, വിപത്തുകൾ, മറവി, ദാരിദ്ര്യം, മനോവിഷമം, രോഗപരീക്ഷണം. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്ത് വേണം? ഓരോ ദിവസവും സാലീസു അശറ ശർറു യൗമിൻ ഫഹ്ദരി അൻഹു വമാ യലീഹി ഖൈറുൻ ഫഖ്തരി. എല്ലാ മാസവും 13 ദോഷകരമാണ്, അധമമാണ്. എന്നാൽ 14 നന്മ നിറഞ്ഞതാകയാൽ പ്രസ്തുത ദിനം നീ തെരഞ്ഞെടുത്തോ. 15-ാം തീയതി എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്, എന്നാൽ 16 അധമവും നന്മ കുറഞ്ഞതുമാണ്. ഓരോ ദിവസത്തെ കുഴപ്പങ്ങളാ.
والهادي والعشرون من أيام نحس فدع كل من المرامي 21 നഹ്സായതിനാൽ നിന്റെ പ്രധാന ഉദ്ദേശങ്ങളെ പ്രസ്തുത ദിവസം ഉപേക്ഷിക്കുക. വറാബിഉൽ 20 യൗമുൻ യൻഹസു വദാക ഫീ ശഹരി സിയാമി യബ്അസു. റമളാൻ അടക്കം 24 ദിവസം ഏതൊരു ഘട്ടത്തിലും നല്ലതല്ല. 25 എല്ലാ മാസവും ഗുണമില്ലാത്തതായതിനാൽ പ്രസ്തുത ദിവസങ്ങളിൽ ഒരു നല്ല കാര്യവും ചെയ്യരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഏത് കാര്യവും വലാകിനില്ലാഹിറു മിൻ കുല്ലി ശഹർ നഹ്സുൻ വദാ നഹ്സുൻ മിൻ ശഹരി സഫർ. എല്ലാ മാസവും ഒടുക്കത്തെ ബുധൻ പ്രത്യേകമായി ദൗർഭാഗ്യത്തിന്റെ ദിനമാണ്. അതാണ് ഉമ്മാമാര് പറയുന്നത്, ഒടുക്കത്തെ ബുധനാഴ്ചയാണ് ജനങ്ങളെ. ആദരവായ റസൂലുള്ളാഹിക്ക് പരി തുടങ്ങിയ ദിവസമാണ്. അതുകൊണ്ട് ഒടുക്കത്തെ ബുധനാഴ്ചയാണെന്ന് പെരക്ക് കുറ്റിയടിക്കരുത്, വീട് കൂടരുത്, റോട്ടിൽ ഇറങ്ങരുത്, കല്യാണം തുടങ്ങരുത്. ഇങ്ങനെ ദിവസങ്ങളെ ചീത്ത പറയുന്ന സമ്പ്രദായം മുസ്ലിമിന്റെ പരിപാടിയല്ല, അത് യഹൂദിയുടെ സംസ്കാരമാണ്. ദിവസങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട്, ദിവസങ്ങളെ ഗുണമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയൽ മിൻ സുനനിൽ യഹൂദ്, അത് യഹൂദിയുടെ സമ്പ്രദായമാണ്. ലാ മിൻ സുന്നത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. ചില ആളുകൾക്ക് എന്താ പണി? ഇതൊക്കെ ഓരോരുത്തരുടെ ഉപജീവന മാർഗമാണ്. ചിലരിങ്ങനെ നടക്കുകയാണ് ഒരു വടിയും കൊണ്ട്, വല്ലാത്തൊരു മാന്ത്രിക വടി തന്നെ. അതാ അടുക്കളയിലൂടെയും ബെഡ്റൂമിലൂടെയും പാടത്തുകൂടെയും പറമ്പത്തുകൂടെയും ഈ വടി കൊണ്ട് നടന്നാൽ എവിടെയൊക്കെ മാരണം ചെയ്ത് കുഴിച്ചിട്ട തകിടുണ്ടെന്ന് കിട്ടുമത്രേ. ഞങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിലെ ഗുട്ടൻസ്. അതാ പലപ്പോഴും ഏജന്റുമാരെ കൊണ്ട് പലയിടത്തും പോയി കുഴിച്ചിടിപ്പിക്കും പലതും. എന്നിട്ട് തങ്ങൾ പാപ്പ എന്ന് പറയുന്ന മൗലിയർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വടിയും കൊണ്ട് നടക്കും. അവിടെ ഇങ്ങനെ വടി ചോയറ്റിയിട്ട് പറയും, ഇവിടെ കുഴിച്ചോ, അവിടെ കുഴിച്ചാൽ തകിടുണ്ട്, അവിടെ കുഴിച്ചോ, അവിടെ കുഴിച്ചാൽ കുപ്പിയുണ്ട്. ഇങ്ങനെയുള്ള മാരണങ്ങളും മന്ത്രങ്ങളും ഹോമങ്ങളും മുട്ടെറുക്കലും തട്ടെറുക്കലും അതേപോലെയുള്ള സമ്പ്രദായങ്ങളും കൊണ്ടും നീങ്ങുമ്പോ മുജാഹിദുകളെ കുറിച്ച് എന്താ പറയുന്നത്? അവര് മന്ത്രത്തിനെതിരാണ്, അവര് മന്ത്രിക്കൂല. ഈ നുണ ഇനി അധികകാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. മുജാഹിദുകൾ മന്ത്രത്തെ എതിർക്കുന്നവരല്ല. നബിതങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ മന്ത്രത്തെയും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. മറിച്ച് നിങ്ങളുടെ വാദം പിടിച്ച മന്ത്രമുണ്ടല്ലോ, കോഴിമുട്ടമേലെഴുതുന്ന മന്ത്രം, അതുപോലെ തന്നെ കരിക്കിന്മേലെഴുതുന്ന മന്ത്രം, വെള്ളരിക്കമേലെഴുതുന്ന മന്ത്രം, കുമ്പളങ്ങമേലെഴുതുന്ന മന്ത്രം, എരഞ്ഞീലന്മേലെഴുതുന്ന മന്ത്രം, ഈ മന്ത്രങ്ങൾ ഇസ്ലാമിലില്ല. എഴുതിക്കെട്ടിയിട്ടത് ചരട് അതേപോലെ തന്നെ ഐക്കല്ലാക്കിയിട്ട് അതാ കഴുത്തിലും അതുപോലെ തന്നെ അരയിലും അതുപോലെ തന്നെ കാൽത്തുടയിലും കാലിലുമൊക്കെ കെട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. മറിച്ചതാ രോഗമുണ്ടോ മന്ത്രിക്കാനും ചികിത്സിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മന്ത്രങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കാറുള്ളത്? നിന്റെ ശരീരത്തിൽ വേദന വന്നു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്ലിമേ നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നാൽ വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈവച്ചോ. കൈവച്ചിട്ടെന്തു പറയണം? എല്ലാവരും ഇത് ചെയ്യാറുള്ളതല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ മക്കളെപ്പോലും ഇത് ശീലിപ്പിക്കേണ്ടതുണ്ട്. വേദനിക്കുന്നു ഉമ്മ, വേദനിക്കുന്നു ഉപ്പ എന്ന് പറഞ്ഞാൽ മോനെയും മോളെയും പഠിപ്പിക്കണം. മോനെ എവിടെയാണ് വേദന? വേദനയുള്ള ഭാഗത്ത് മോന്റെ കൈവച്ചോളൂ. എന്നിട്ട് 3 തവണ പറഞ്ഞോളൂ, ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. ഇങ്ങനെ 3 തവണ പറഞ്ഞിട്ട് 7 തവണ നീ പിന്നെ പറഞ്ഞോളൂ എന്ത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണ പറഞ്ഞോളൂ. വേദന ശമിച്ചേക്കുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുജാഹിദുകൾ ചെയ്യാറുണ്ട്. അറിയാത്തവരത് ചെയ്തോളണം. ഇതാണ് മന്ത്രം, ഇതാ മന്ത്രം.
രോഗിയെ കാണാൻ പോയാൽ കൈവെക്കാവുന്ന, നമുക്ക് തൊടാവുന്ന രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. റബ്ബേ ശിഫ നൽകണേ എന്നാണ് അതിന്റെ ചുരുക്കം. ആ നിലക്ക് ശിഫക്ക് വേണ്ടിയതായുള്ള മന്ത്രം അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കണ്ണേറ് തട്ടാതിരിക്കാനുള്ള മന്ത്രമുണ്ടല്ലോ. അതുപോലെ തന്നെ പൈശാചികമായ എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ വേണം, നമ്മുടെ വീട്ടിന് രക്ഷ വേണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ട് കയറാൻ പറയുന്നു. ആ വീട്ടിൽ ശൈത്താന് പ്രവേശനമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കാൻ പറയുന്നു. കൂടെ ചെകുത്താൻ കഴിക്കില്ല. അതേ അവസരത്തിൽ ബിസ്മി ചൊല്ലാതെയാണ് വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വീട്ടിലെന്ന് ശൈത്താനുണ്ട്, കൂടെ കഴിക്കാനും ശൈത്താനുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഈ രൂപത്തിൽ നബി തങ്ങൾ പറഞ്ഞ എമ്പാടും ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊന്നുമല്ലാതെ ചിലരിതാ ചില ഒച്ചകൾ ദിക്റാക്കുന്നു, ചില ഒച്ചകൾ മന്ത്രമാക്കുന്നു. അവർക്ക് മന്ത്രം എന്ന് പറഞ്ഞാ ചുമണ്ടായാൽ വീരാനൗലിയപ്പാപ്പ കൊടുത്ത മന്ത്രം എന്താ? വീരാനൗലിയപ്പാപ്പേ ചുമണ്ടായപ്പോ എന്താ പറഞ്ഞത്? 1,00,000 തവണ ചൊല്ലണം. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ കുര ഇല്ലല്ലാഹ്, ലാ കുര ഇല്ലല്ലാഹ്. എന്തൊരു ഭ്രാന്താണ്! ലാ കുര ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ചുമക്കുകയാണ്, ചുമച്ച് ഇയാള് തളർന്നിരിക്കുന്നു. അപ്പൊ മൂപ്പരിയോട് ചോദിച്ചു, എന്താടോ ചുമണ്ടോ? ആ ചുമണ്ട്. ചുമ നിക്കണോ? ആ നിക്കണം പാപ്പാ. നാ എന്താ വേണ്ടി? ചൊല്ലിക്കോ ലാ കുര ഇല്ലല്ലാഹ്. എത്ര വട്ടം വേണം? 1,00,000. അത്ര വേണം പാപ്പാ, അത്ര തന്നെ വേണം. ചുമയുള്ള മനുഷ്യൻ ലാ കുര ഇല്ലല്ലാഹ് 1,00,000 വട്ടം പറഞ്ഞ ഓന്റെ ചുമ മാത്രം മാറുക, റൂഹന്നെ പോകൂലേ? ഈ രൂപത്തിലാ ദിക്ർ. ഇത് എതിർത്താ പറയും, കണ്ടോ വീരാനൗലിയപ്പാപ്പാനെ എതിർക്കുന്നു, കുരുത്തക്കേട്. എന്ത് കുരുത്തക്കേട്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് ഇസ്ലാമാണ് നിങ്ങൾ ഈ ഓരോരുത്തരുടെയും മേൽ ചാർത്തുന്നത്? മൂപ്പർക്ക് ആകെ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, മൂപ്പരെ പറ്റിയുള്ള മൗലൂദിൽ എന്താ ചൊല്ലുന്നത്? അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ബത്ന ഇല്ലല്ലാഹ്. നിങ്ങളല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് ഉപ്പാപ്പ എന്ത്? ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ, ലാ പുക്കള ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ തലവല വാല ഇല്ലല്ലാ. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അമ്പംകുന്നിലെത്തിയിട്ട് വീരാനൗലിയപ്പാപ്പാടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ബുക്കൊന്ന് വാങ്ങൂ, അതിലൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ഈ പറഞ്ഞതൊക്കെ അതിലുണ്ടോ? ഇതൊക്കെ ഇസ്ലാമാണോ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതെന്ത് ദിക്റാണ്? ചിലർക്കതാ ദിക്ർ ഇങ്ങനെ ലാ ലാ കഴിഞ്ഞു, ചിലർക്ക് അല്ല അല്ല, അപ്പൊ ഇപ്പുറത്തുനിന്ന് ഇല്ല ഇല്ല, ചിലർക്കപ്പ ലാ ലാ, ചിലർക്കപ്പ ആഹ്, ചിലർക്കപ്പ ഹാഹി ഹും, ചിലർക്കപ്പോൾ ഹീ ഹാം. ഇങ്ങനെയുള്ള പ്രാന്തൻ ദിക്റുകള്, ഇങ്ങനെയുള്ള പൊട്ടൻ ദിക്റുകള് ഇത് ഇസ്ലാമില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ പഴച്ചുപോയി അല്ലേ? എങ്കിൽ നിങ്ങൾ പറയുന്ന ഇസ്ലാമും ഞങ്ങൾ പറയുന്ന ഇസ്ലാമും വേറെ തന്നെ. നബിതങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിൽ ഇങ്ങനത്തെ ദിക്റുകളില്ല. ഇവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷോർട്ടാണ് പോലും ഹാ ഹൂ ഹീ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാഹി. അപ്പൊ ഓരോന്നിന്റെ അവസാനത്തെ അക്ഷരം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹാ ഹൂ ഹീ. ഒക്കെ ഓരോന്നിനും ഷോർട്ടാണ്, ഓരോന്നിനും ഷോർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇനി ഓരോരുത്തർക്കും ഇങ്ങനെ ഇപ്പൊ സ്വലാത്തിനും ഇനിയിപ്പോ ദിക്ർ ഓരോ ആയത്തോതുമ്പോഴും ഖുദ് എന്താ ഖുദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? ഇനിയിപ്പോ അത് മതി.
പുത് ഖുൽ ഹുവല്ലാഹു അഹദ് അത് അല്ലാഹു സമദ് ലദ് ലം യലിദ് വദ് വലം യൂലദ് വലം അത് അലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലേ? ഇപ്പൊ ഓരോന്നിനും ഇങ്ങനെ ഷോർട്ട് ഉണ്ടാക്കി, ഓരോന്നിനും ഷോർട്ട് ഉണ്ടാക്കിയാൽ ആർക്കാ കൂട്ടരെ ഇതിങ്ങനെ ഇസ്ലാമാകുവോ? ഇങ്ങനെയുള്ള ദിക്ർ ചൊല്ലുക, ഇങ്ങനെയുള്ള ഓരോ രൂപത്തിൽ പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ അതൊക്കെ ചൊല്ലുമ്പത്തിന് തന്നെ മൗലവിമാരിങ്ങനെ സ്പ്രിംഗ് ആക്ഷനിൽ ചൊല്ലുന്നവര് അതിങ്ങനെ വേറൊരു മോഡല്. വേറെ ചിലർക്ക് മുന്നോട്ടും പിന്നോട്ടും മുന്നോട്ടും പിന്നോട്ടും, ചിലർക്ക് വയ്യാഞ്ഞിട്ട് ഇടങ്ങേറായിട്ട് ഊര വളഞ്ഞൂന്നും വളഞ്ഞില്ലാന്നും ആ കോലത്തിലൊക്കെ ചിലര് ചാഞ്ചാടുന്ന ദിക്ർ, മൂടുകുലുക്കി ദിക്ർ, ആട്ടം ദിക്ർ, ചാടി ദിക്ർ, ഇങ്ങനെ ചിലർ ഡാൻസ് ആടിയിട്ട് ഇങ്ങനെ സ്റ്റേജിലൂടെ പ്രത്യേകമായ താളത്തിലൂടെയുള്ള ദിക്ർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇത് ചോദിക്കുമ്പോഴാ ചിലർ പറയുന്നത് സഹാബത്ത് ദിക്ർ കേട്ടാല് ദിക്ർ ചൊല്ലുമ്പോ കാറ്റത്ത് മരമാടുമ്പോലെ ആടിയിരുന്നു പോലും. പച്ചക്കളവ് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ പേരിൽ പറയാ. എന്നിട്ട് അത് സ്ഥാപിക്കാനാ അപ്പൊ പറയണത്, ഈ മുടി എന്ത് ചെയ്യും? ദിക്ർ കേട്ടാൽ ആടും. വളരുന്ന മുടി, പിളരുന്ന മുടി. ആദ്യം കിട്ടിയ മുടിക്ക് വളർച്ചയില്ല, പിളർച്ചയില്ല, ആട്ടമില്ല, ലൈറ്റുമില്ല, ഒന്നുമില്ല. ഇപ്പൊ കിട്ടിയതിനാ അതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ രൂപത്തില് ഈ സമുദായത്തിന്റെ പേരിൽ എന്തെല്ലാം നുണകൾ പ്രചരിപ്പിക്കാൻ കഴിയും. പിന്നെ പറയണെന്താണ് ഇവർ? ഔലിയാക്കന്മാരെ വരെ ഭീഷണിപ്പെടുത്തല്ലേ. വേറെ ചില ആളുകള് വേറെ ചില പ്രത്യേകമായിട്ട് ഇപ്പൊ പറയാണ്, മൗലവിമാർക്ക് സംശയം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നീളുവോന്ന്. നീളും മൗലവിമാരെ, ഞങ്ങൾക്ക് തെളിവുണ്ട്. എന്താ തെളിവ്? ഞങ്ങളെ തെളിവോ? നബ്ഹാനി പറഞ്ഞിട്ടുണ്ട് കിതാബില്. ഏതാടോ ഈ നബ്ഹാനി? നബ്ഹാനി പറഞ്ഞിട്ടുണ്ട് ഇത്രേ, അള്ളാന്റെ റസൂലിന്റെ മുടി ഇങ്ങനെ നീളുന്നു. നബ്ഹാനി മുടി നീളുന്ന മാത്രല്ല പറഞ്ഞ, ഞാൻ ഇവിടുന്ന് ഇപ്പൊ പറയണില്ല. മൂപ്പരങ്ങനെ പലതും നീട്ടി അടിച്ചിട്ടുണ്ട്, പല സംവിധാനവും മൂപ്പരെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറയുന്നില്ല. ഇങ്ങനത്തെ ഓരോ പാള കിതാബുകൾ എന്നാ ഉദ്ധരിക്കണത്, അല്ലേ? എന്നാ പിന്നെ കേട്ടോ, നബ്ഹാനി മുടി നീളുന്ന മാത്രമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു കഥയും ഇയാള് തന്നെ പറയുന്നുണ്ട്. അതെന്താണ്? മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയപ്പാപ്പ. മലക്കുൽ മൗത്തിന് പേര് അസ്റായീൽ എന്നവര് പറയുന്നു. അസ്റായീലിനെ ഭീഷണിപ്പെടുത്തുന്ന ഔലിയപ്പാപ്പ. ശരിക്ക് ശ്രദ്ധിച്ചോ, ആരെങ്കിലും ഇവിടെ വന്ന് മറുപടി പ്രഹസനം നടത്തുന്നുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പിൽ നിന്ന് അത്തലി ഇത്തലി മുറിക്കാൻ നോക്കണ്ട.
ഇപ്പറഞ്ഞ ഓരോന്നിനും പറഞ്ഞോളണം. നിങ്ങളുടെ ഹോജ പറയുന്നതാണ് പറയുന്നത്. നിങ്ങൾ വലിയ ഹോജയായി പറയുന്ന നബ്ഹാനിയില്ലേ, ആ നബ്ഹാനി പറഞ്ഞവര് കഥ കേൾക്കണോ? എന്നിട്ട് ചിന്തിച്ചോ, ഇവർ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ കളവുകളാ പറയുന്നതെന്ന്. ഒരൗലിയപ്പാപ്പ അങ്ങാടിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കുറെ കുട്ടികൾ പിന്നാലെ കൂടി ഔലിയപ്പാപ്പാനെ കുറിച്ച് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് കുട്ടികളുടെ നേരെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ഔലിയപ്പാപ്പ ഒരൊറ്റ വിളിയാണ്, യാ അസ്റായീൽ, ഓ അസ്റായീലേ, ഈ ചക്കന്മാരി അങ്ങനെ കളിയാക്കുന്നു. ഇവറ്റനെ മുഴുവനും ഇപ്പൊ തന്നെ കൊന്നുകളഞ്ഞിട്ടില്ലെങ്കിൽ, ഇവരുടെ മുഴുവനും റൂഹ് ഇപ്പൊ തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ അസ്റായീലേ പണി തെറിക്കും കേട്ടോ. മലക്കുൽ മൗത്തിന്റെ ആ പണിയിൽ നിന്ന്, റിക്കാർഡിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്യും കേട്ടോ. അസ്റായീൽ പേടിച്ചു. അസ്റായീൽ പേടിച്ചു. അസ്റായീൽ ഉടനെ എന്ത് ചെയ്തു? അല്ലാ, പണി പോണ കേസല്ലേ, ഇതുവരത്തെ സർവീസിനിടക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. അതാ ഈ ഔലിയപ്പാപ്പ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? ഈ കുട്ടികളെ ഇപ്പൊ തന്നെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ നിന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഔട്ടാക്കും. പറയണം മറുപടി. മറുപടിക്ക് വരുന്ന സഖാഫിമാരായാലും ആരായിരുന്നാലും പറഞ്ഞോളണം. കല്ലടിക്കോടുള്ള ആളുകളോട് പറഞ്ഞ ഓരോന്നിനും പറഞ്ഞോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറഞ്ഞ കള്ളങ്ങൾക്ക് മറുപടി പറഞ്ഞോളണം. നീളുന്ന മുടി, വളരുന്ന മുടി, പിളരുന്ന മുടി, ആടുന്ന മുടി, ലൈറ്റടിക്കുന്ന മുടി, ഓരോന്നിനും പറഞ്ഞോളണം. അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇതാ മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തിയപ്പോൾ ഫാസ്ബഹു മൗതാ അജ്മഈൻ, ഈ 50 കുട്ടികളും മൗത്തായി വീണു. അപ്പൊ കുട്ടികൾ 50 എണ്ണ കറക്റ്റാ, എണ്ണത്തിലും തെറ്റിയിട്ടില്ല. 50 കുട്ടികളുണ്ട് പിന്നാലെ, 50 കുട്ടികൾ പിന്നാലുണ്ട്. അസ്റായീലിനെ വിളിച്ചാൻ ഭീഷണിപ്പെടുത്തിയപ്പോ 50 കുട്ടികളെ റൂഹ് അസ്റായീലാൻ പിടിച്ചു. കാരണം പണി തെറിക്കണ കേസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചുള്ള ഈമാന്, മലക്കുകളെ കുറിച്ചുള്ള ഈമാൻ. കാരണം എന്താ? ഇവർക്ക് അത്രേ, ഇവരുടെയൊക്കെ മജ്ലിസിലെ സ്റ്റുഡൻസ് അല്ലേ മീകായിലൊക്കെ വരെ ദർസിൽ ഇങ്ങനെ വന്നിരിക്കല്ലേ. ഒരിക്കൽ കായൽ പട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ നീറ്റ് പോണ നേരത്ത് പറഞ്ഞു, ആ മീകായിലേ, ഇവിടെ വല്ലാത്ത മഴക്ക് പ്രശ്നമാണ്, മഴ വേണം, അല്ല ശരിയാവില്ല. മീകായിലായിക്കോട്ടെ. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത്, ഉസ്താദ് അവറുകളുടെ മജ്ലിസിൽ മീകായിൽ മുതഅല്ലിമായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ. മുപ്പർക്ക് എവിടുന്നായിരുന്നു ചെലവിനാവോ? മീകായിൽ കുട്ടി വന്നുത്തിരിക്കുകയാണ് കിതാബ് ഓതാനേ. പോണ സമയത്താ മനസ്സിലായത് മീകായിൽ കുട്ടി ദർസിലുണ്ട്. പോകുമ്പോ പറഞ്ഞു, ഇവിടെ മഴയൊന്നുമില്ല, മഴ വേണം. നബി തങ്ങൾ ഇങ്ങനെ ഒരിക്കലെങ്കിലും മീകായിൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് മഴക്കാവശ്യപ്പെട്ടോ? മഴക്കാവശ്യപ്പെട്ട ഒരു രൂപമാണ് ഈ പറയുന്നത്. ഇനി വേറൊരു രൂപം എന്താണ്? വേറെ രൂപം വേങ്ങരത്തെ കോയപ്പാപ്പ മഴക്കാവശ്യപ്പെട്ട രൂപമാണ്. കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് തലക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, പാവം. തലക്ക് സുഖമില്ലെങ്കിൽ പിന്നെ ഔലിയപ്പാപ്പയുടെ ഗ്രേഡിലേക്കാണ് ഇവർ ഉയർത്താറുള്ളത്. ആ മനുഷ്യൻ ഇങ്ങനെ വേങ്ങരാങ്ങാടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പീടികക്കുമ്പിൽ പോയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങും. വെറുതെ അങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ആളുകൾ അതിന് വ്യാഖ്യാനം കൊടുക്കും. ഉലയന്മാര് പറയും, അതാ ഉപ്പാപ്പ ഇപ്പോൾ കഅബം തവാഫ് ചെയ്യുന്നു. ഉപ്പാപ്പാടെ വലിയ കറാമത്ത് എന്താണ്? കുളിക്കാറില്ല. കൊല്ലങ്ങളോളമായി കുളിക്കാതിരുന്നിട്ടും നാറ്റമില്ല മഹാനവറുകൾക്ക്. അതാണ് വലിയ കറാമത്ത്. അങ്ങനെ മൂപ്പരോട് പോയിട്ട് നാട്ടുകാർ പറഞ്ഞു, മഴയില്ലല്ലോ പാപ്പാ. അപ്പൊ കോയപ്പാപ്പ എന്ത് ചെയ്തു? മഴല്ലേ? മൂപ്പര് വേഗം എഴുന്നേറ്റ് നിന്ന് മുണ്ടങ്ങ് പൊക്കി മൂത്രമൊഴിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി മൂത്രയിച്ചപ്പോ തകർപ്പൻ മഴ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മഴയ്ക്ക് വേണ്ടി സഹാബിമാർ ആവശ്യപ്പെട്ടപ്പോ അല്ലാഹുമ്മ സ്ഖിനാ റബ്ബേ, ഞങ്ങൾക്ക് മഴ തരണമെന്ന് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇയാൾ മുണ്ടുയർത്തിയിട്ട് മൂത്രയിച്ചു. തകർപ്പൻ മഴ. രണ്ടാമത്തത് നിർവഹിക്കാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ ആലിപ്പഴം വീണേനെ. ഒന്ന് ആലോചിച്ചു നോക്കണം. ഇവര് കറാമത്തായിട്ട് പറയുന്നതാണ് ഇപ്പൊ ഇതൊക്കെ. ഒരു മനുഷ്യന്മാരെ കുറിച്ച് വലിയ മദ്ഹായിട്ട് പറയാണ്. CM മടവൂര് മൂപ്പര് നിസ്കരിക്കൂല. ഇവര് ഔലിയാക്കന്മാരെ കോലം നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ഔലിയുണ്ട്, പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുന്ന ഒരു ഔലിയ.
ഒരു ഔലിയപ്പാപ്പ പുല്ലാങ്കുഴൽ കൊണ്ട് നടക്കുന്ന ഒരു ഔലിയപ്പാപ്പുണ്ട്. ഇതുണ്ടോ ചിത്രത്തിൽ ഒരുത്തനെ കാണാനല്ലോ, ഒരു നീണ്ട കുപ്പായവും ഒരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു ക്ലീൻ ഷേവുകാരൻ ഒരു തങ്ങളുണ്ട്. ഇയാളുടെ പേരെന്താ? മടവൂർ കോട്ടയിലുള്ള ഒരു ഏതോ തങ്ങളാണ്. ഇയാളടുത്ത് സന്ദർശിച്ച ആൾക്കാരൊക്കെയാണ്? എല്ലാവരും ഉണ്ട് കേട്ടോ. അതാ ശിഹാബ് തങ്ങളുണ്ട്, അസ്ഹരി തങ്ങളുണ്ട്, കാന്തപുരണ്ട്, ഉള്ളാളുണ്ട്, എല്ലാവരും പോയിക്കണ്. എല്ലാവരും പോയി. ഈ ചങ്ങാതി ഇരിക്കണ കോലം കണ്ടോ? ഹാർമോണിയം വായിക്കാം. നടുക്കിരിക്കുന്നുണ്ട് ഇയാൾ എന്താ പരിപാടി? ഹാർമോണിയം വായിക്കാം. ഇയാളുടെ ഈ ഔലിയപ്പാപ്പാന്റെ ഗുരു ആരാന്ന് കേൾക്കണോ? ആരാണ്? ഇയാളുടെ ഗുരു പിന്നെ ഗുരുവിന്റെ ശിഷ്യത്വം വളരെ കൃത്യമായിട്ട് ഇയാള് എന്ത് ചെയ്തിട്ടുണ്ട്? ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇയാള് പഠിച്ചതൊക്കെ യഥാർത്ഥമായിട്ട് ആരിൽ നിന്നാണ്? എസ് ബാബുരാജാണ് ഉസ്താദ്.